വാർത്തകളിലേക്ക് വിശദമായി. വയനാട് മാനന്തവാടിയിലെ പുതുശ്ശേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകൻ മരിച്ചതിൽ പ്രതിഷേധിച്ച് മാനന്തവാടി താലൂക്കിൽ ഇന്ന് ഹർത്താലാണ്. UDFന്റെയും BJPയുടെയും നേതൃത്വത്തിലാണ് ഹർത്താൽ. തൊണ്ടർനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധിയും പ്രഖ്യാപിച്ചു. കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ ശ്രമം തുടരുകയാണ്. പുതുശ്ശേരി വെള്ളാരംകുന്നിൽ വെച്ചാണ് സാലുവിനെ കടുവ ആക്രമിച്ചത്. ആക്രമണത്തിൽ കാലിനും കൈക്കും ഗുരുതര പരിക്കേറ്റ സാലുവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF മാനന്തവാടി താലൂക്കിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തു. സാലുവിനോടും സാലുവിന്റെ കുടുംബത്തോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി ജനകീയ ഹർത്താൽ UDFന്റെ ആഭിമുഖ്യത്തിൽ മാനന്തവാടി നിയോജക മണ്ഡലം UDFന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ കടുവയുടെ ആക്രമണമുണ്ടായിട്ടും അധികൃതർ വേണ്ട നടപടി കൈക്കൊണ്ടില്ലെന്ന് ആരോപിച്ച് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ മണിക്കൂറുകളോളം തടഞ്ഞുവച്ചു. പിന്നാലെ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിച്ചു. കടുവ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തൊണ്ടർനാട് പഞ്ചായത്തിലെ 6ാം വാർഡിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. അഡീഷണൽ ടീംസും വന്നിട്ടുണ്ട്, RR ടീം ഒക്കെ ഫംഗ്ഷനിങ് ആണ്. അഡീഷണൽ പോലീസ് ഫോഴ്സും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ ആകുമ്പോഴത്തേക്കും ഇതിന് ലൊക്കേഷൻ അവർ ട്രേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് ഇത് ട്രാങ്കുലൈസ് ചെയ്ത് നമുക്ക് കൂട്ടിലാക്കാൻ പറ്റുമെന്നാണ്. അതിനുള്ള സ്റ്റെപ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ അവർലി അതിൻ്റെ അപ്ഡേറ്റ് എടുക്കുന്നുണ്ട്. വനപാലകർ കടുവയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം ആരംഭിച്ചതിനാൽ പൊതുജനങ്ങൾ യാതൊരു കാരണവശാലും ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ പാടില്ല. തവിഞ്ഞാൽ തൊണ്ടർനാട് പഞ്ചായത്തുകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. കൂടാതെ എടവക പഞ്ചായത്തിലെ വാളേരി ഹൈസ്കൂളിനും അവധി നൽകിയിട്ടുണ്ട്. മാനന്തവാടി തഹസിൽദാർ MJ അഗസ്റ്റിനെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായി നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. വയനാട് പനവല്ലിയിൽ ചെക്ക് ഡാമും സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചതിൽ അപാകതയെന്ന ആരോപണം. കോൺക്രീറ്റിനും മണലിനും പകരം ഉപയോഗിച്ചത് ചളിമണലായതിനാൽ ചളിമണലാണെന്നാണ് പരാതി. നിർമ്മാണത്തിൽ അഴിമതിയെന്നും അന്വേഷിക്കണമെന്നും നാട്ടുകാർ ആരോപിച്ചു. ജോട്ടനെ കൊടുക്കൊന്നുമില്ല. ഇല്ല, നിങ്ങൾ പേടിക്കണം, നിങ്ങളെ കൊടുക്കൊന്നുമില്ല. ഒന്നുമില്ല, ഒരു വീട് എടുക്കട്ടെ. ഇതിന്റെ ആവശ്യമില്ലല്ലോ. പാറപ്പൊടി മേലെ മാത്രം കാണിച്ചിട്ട് അടിയിൽ മണ്ണ് കൊണ്ട് തട്ടേണ്ട കാര്യമില്ലല്ലോ. തിരുനെല്ലി പഞ്ചായത്തിലെ പനവല്ലിയിലാണ് ചെക്ക് ഡാമും സംരക്ഷണ ഭിത്തിയും ഒരുങ്ങുന്നത്. എന്നാൽ ചെക്ക് ഡാം നിർമ്മാണത്തിന് ആവശ്യമായ എംസാൻ കൊണ്ടുവരുന്നതിന്റെ മറവിൽ ഗുണനിലവാരമില്ലാത്ത ചെളിമണ്ണ് എത്തിച്ചുവെന്നാണ് ആക്ഷേപം. എമ്മടി ചെക്ക് ഡാമിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും നിർമ്മാണത്തിൽ ഗുരുതര ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം. ഇതിൽ അന്വേഷണം വേണമെന്ന് നാട്ടുകാരും കർഷകരും ആവശ്യപ്പെടുന്നു. ഇത് പാറപ്പൊടി മുകളിൽ കാണുന്നത് നൈസായിട്ടുള്ള പാറപ്പൊടികൾ, മുകളിൽ മൊത്തം നൈസായിട്ടുള്ള പാറപ്പൊടി. ഇതാണ് വണ്ടി തട്ടിയത്. കമ്പും കോലും മാത്രമേ ഉള്ളൂ. അടി മൊത്തം ഇതാ മണല്, ഫുൾ ചെളി. മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ 85 ലക്ഷം രൂപ മുടക്കിയാണ് ഇവിടെ ചെക്ക് ഡാം നിർമ്മിക്കുന്നത്. പുഴയിലെ മണൽ തന്നെ ചെളിയും ഉൾപ്പെടുന്ന പുഴിമണൽ എടുത്തുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. അന്നേരം ആ കെട്ടിയതിൻ്റെ ഫലമായിട്ട് ഇതിന് ഈ ചെക്ക് ഡാമിന് ഉറപ്പ് വരാത്തൊരു സ്ഥിതിയുണ്ട്. ഇത് മലവെള്ളം വന്ന് ഇത് ഫുള്ളായിട്ട് തിങ്ങി നിറയുന്നൊരു അവസ്ഥ വരുന്നുണ്ട്. ഈ സൈഡിലുള്ള ആളുകളുടെ എന്താ പറയുക, വയലിൻ്റെ സൈഡല്ല ഇടുക്കി പോകുന്നുണ്ട്. 1.5 മീറ്ററോളം ഉയരമുള്ള ഡാം നിർമ്മിച്ചത് ചെളിമണൽ ഉപയോഗിച്ചാണെന്നും അതിനാൽ ബലം വിദഗ്ധ സമിതിയെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്നുമാണ് ആവശ്യം. അല്ലാത്തപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 വയനാട്. കൊല്ലം മുക്കടവ് ആറ്റിലെ മുടങ്ങിക്കിടന്ന തടയണ നിർമ്മാണം പുനരാരംഭിച്ചു. കല്ലടയാറ്റിലെ ജലനിരപ്പും ഒഴുക്കിന്റെ ശക്തിയും ക്രമീകരിച്ചുകൊണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതി, കുണ്ടറ കുടിവെള്ള പദ്ധതി, കുരിയോട്ടുമല കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ ബൃഹത്തായ 5ഓളം കുടിവെള്ള പദ്ധതികൾക്ക് വെള്ളം ശേഖരിക്കുന്നത് കല്ലടയാറ്റിൽ നിന്നുമാണ്. ഇതിന് ഒരു പരിധിവരെ സഹായമായിരുന്നത് മുക്കടവ് തടയണയായിരുന്നു. തെന്മല ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിച്ച് നീരൊഴുക്ക് ക്രമപ്പെടുത്തിയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. 1992 വെള്ളപ്പൊക്കത്തിൽ തടയണയുടെ 2 വരി കല്ലുകൾ ഒലിച്ചുപോയതോടെ ജലനിരപ്പ് കല്ലടയാറ്റിൽ താഴുകയും ഇത് പമ്പിങ്ങിനെ സാരമായി ബാധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് ശാശ്വത പരിഹാരമെന്ന നിലയിലാണ് തടയണയുടെ ഉയരം കൂട്ടുന്നത്. 2022 ഏപ്രിലിൽ പൂർത്തിയാക്കേണ്ട പദ്ധതി പ്രതികൂല സാഹചര്യം മൂലം അനന്തമായി നീളുകയായിരുന്നു. പദ്ധതി മാർച്ചിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ.
പേപ്പർ മില്ല് തടയേണ്ട നിർമ്മാണം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പൊതുവേ ഒഴുക്ക് കൂടിയ ഒരു പ്രദേശമാണിത്. കഴിഞ്ഞ വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആറ്റിലെ കുത്തൊഴുക്ക് കാരണം മെഷീനറിയും മറ്റ് സാധനങ്ങളും നഷ്ടപ്പെടുകയും പ്രവൃത്തി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ KIP-യുമായി ബന്ധപ്പെട്ട് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ജലം നിയന്ത്രിച്ച് പുറത്തോട്ട് ഒഴുക്കുന്ന വെള്ളം നിയന്ത്രിച്ച് ആറ്റിലെ ജലനിരപ്പ് നിയന്ത്രിച്ചുകൊണ്ട് പ്രവൃത്തി മുന്നോട്ട് പോവുകയാണ്. 75 ലക്ഷം രൂപ ചെലവിൽ ജലസേചന വകുപ്പാണ് കഴിഞ്ഞ ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ചത്. ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നത്. ജനറേറ്ററുകൾ, കമ്പി, സിമന്റ്, കോൺക്രീറ്റ് ഉൾപ്പെടെ മഴവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോയിരുന്നു. 2.9 മീറ്റർ പൊക്കമുള്ള തടയണയുടെ ഉയരം 75 സെന്റിമീറ്റർ കൂടി ഉയർത്തും. 56 മീറ്റർ നീളമാണ് തടയണയ്ക്കുള്ളത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജലനിരപ്പ് ഉയരുകയും കുടിവെള്ള പദ്ധതികളുടെ പമ്പിംഗ് സുഗമമാകും എന്ന പ്രതീക്ഷയിലാണ് ജലസേചന വകുപ്പ്. ന്യൂസ് 18 പുനലൂർ. മൂന്നാറിലെ ഹൈഡൽ പാർക്കിലെത്തുന്ന സഞ്ചാരികൾക്കായി ഇനി കയാക്കിങ്ങും കുട്ടവഞ്ചി സവാരിയും. മൂന്നാർ ഹൈഡൽ പാർക്കിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ കമ്പനിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മൂന്നാറിലെ ഹൈഡൽ പാർക്കിലെത്തുന്ന സഞ്ചാരികൾക്കും ഇനി കയാക്കിങ്ങും കൊട്ടവഞ്ചി യാത്രയും ആസ്വദിക്കാം. അവധി ആഘോഷിക്കാൻ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഇത് വേറിട്ട അനുഭവമാകും. സമയം ചെലവഴിക്കാനായി ഹൈഡൽ പാർക്ക് സന്ദർശിക്കുമ്പോൾ മുതിരപ്പുഴയിലൂടെയുള്ള യാത്രയും സഞ്ചാരികൾക്ക് കൗതുകം നൽകുമെന്ന പ്രതീക്ഷയിലാണ് പദ്ധതി. മൂന്നാർ ബ്ലോസം പാർക്കിൽ ഇന്നൊരു പുതിയ സംരംഭം കൂടി തുടങ്ങിയാണ്. കയാക്കിങ്, ട്രാക്ക് തുടങ്ങിയ ഐറ്റങ്ങളുമായിട്ട് പെരിയാർ വാട്ടർ സ്പോർട്സിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ സംരംഭങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിയവർക്കും കുട്ടികൾക്കും എല്ലാം വളരെ സുരക്ഷിതമായിട്ട് ആസ്വദിക്കാവുന്ന ഒരു ഐറ്റങ്ങളാണ് ഈ കയാക്കിങ്ങും ട്രാക്കും. ഇടുക്കിയുടെ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചാരികൾക്കായി ഹൈഡൽ ടൂറിസവുമായി സഹകരിച്ച് നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്നും പെരിയാർ വാട്ടർ സ്പോർട്സ് സംഘാടകൻ അഷ്റഫ് പറഞ്ഞു. പെരിയാർ വാട്ടർ സ്പോർട്സും ഹൈഡൽ ടൂറിസവും കൂടി സംബന്ധിച്ചും ഞങ്ങൾ ടെൻഡർ വയ്ക്കുകയും ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ അതിൻ്റെ യൂണിറ്റുകളെ അനുവദിക്കുകയും ഇവിടെ ചെങ്കുളം, മാട്ടുപ്പെട്ടി, എക്കോ പോയിന്റ്, കുണ്ടള, ആനയിറങ്ങൽ എന്നീ സൈറ്റുകൾ ഞങ്ങൾക്ക് അനുവദിക്കുകയും സഞ്ചാരികൾക്ക് വളരെയേറെ ആകർഷണീയമായ രീതിയിൽ അവർ വന്നു കഴിയുമ്പോൾ അവരുടെ മനസ്സിന് കുളിർമയേകുന്ന രീതിയിൽ ആശ്വസിച്ച് പോകത്തക്ക രീതിയിലുള്ള ഐറ്റങ്ങൾ ഞങ്ങൾ പെരിയാർ വാട്ടർ സ്പോർട്സ് ഇറക്കുകയും നല്ല രീതിയിൽ സഞ്ചാരികൾക്ക് മനസ്സിന് കുളിർമയേകുന്ന രീതിയിൽ ആശ്വസിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടന ദിവസം പാർക്കിലെത്തിയ സഞ്ചാരികൾക്കും തദ്ദേശീയർക്കും കൊട്ടവഞ്ചി കയാക്കിംഗ് യാത്ര സൗജന്യമായിരുന്നു. തണുപ്പ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് മൂന്നാർ ഹൈഡൽ പാർക്കിലെ പുതിയ വിനോദം മുതൽക്കൂട്ടാവുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. ന്യൂസ് 18 മൂന്നാർ. വെള്ളം കുടി മുട്ടിക്കാതെ ഇടുക്കി മലങ്കര ജലാശയത്തിലെ ഷട്ടറിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. ഏറെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് പണി പൂർത്തിയാക്കിയത്. ജലാശയത്തിലെ ജലനിരപ്പ് 37 മീറ്ററിൽ എത്തിച്ച് നടത്താനിരുന്ന അറ്റകുറ്റപ്പണിയാണ് ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കിയത്. 5 വർഷം മുൻപ് സ്ഥാപിച്ച ഇരുമ്പ് വടം കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായിരുന്നു. മലങ്കര ജലാശയത്തിലെ ജലനിരപ്പ് 37 മീറ്ററിലേക്ക് താഴ്ത്തിയാൽ മാത്രമേ പൂർണ്ണതോതിൽ അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ 37 മീറ്ററിലേക്ക് ജലനിരപ്പ് താഴ്ത്തുമ്പോൾ ശുദ്ധജലത്തിനായി മലങ്കര ജലാശയത്തെ ആശ്രയിക്കുന്ന മുട്ടം, അറക്കുളം, കുടയത്തൂർ, വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തുകളിലെ വെള്ളം പമ്പിംഗ് മുടക്കേണ്ടിവരും. ഇതിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നെങ്കിലും പ്രസിഡന്റുമാർ ഒറ്റക്കെട്ടായി ശുദ്ധജലം മുടക്കുന്നതിനെതിരെ നിലപാടെടുത്തു. തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ, ജില്ലാ കളക്ടർ ഷീബ ജോർജ് എന്നിവർ ഇടപെട്ട് മുങ്ങൽ വിദഗ്ധനെ എത്തിച്ച് വടം മാറ്റാനും ബാക്കിയുള്ള അറ്റകുറ്റപ്പണികൾ ജൂൺ മാസത്തിൽ നടത്താനും തീരുമാനിച്ചു. അണക്കെട്ടിലെ 6 ഷട്ടറുകളിൽ 4, 6 നമ്പർ ഷട്ടറുകളുടെ ഇരുമ്പ് വടമാണ് മോശം അവസ്ഥയിൽ എത്തിയിരുന്നത്. ഈ ഇരുമ്പ് വടമാണ് പുനഃസ്ഥാപിച്ചത്. പെരുമ്പാവൂരിൽ നിന്ന് മുങ്ങൽ വിദഗ്ധരെ എത്തിച്ചാണ് പുതിയതായി പണി കഴിപ്പിച്ച ഇരുമ്പ് വടം സ്ഥാപിച്ചത്. നമ്മുടെ വയർ റോപ്പ് 6 ഷട്ടറാണ് റേഡിയോ ഷട്ടർ ഉള്ളത്. ഒരു 4 മാസം മുമ്പ് നടത്തിയ പരിശോധനയിൽ, വെള്ളം താഴ്ത്തി നടത്തിയ പരിശോധനയിൽ വയർ റോപ്പിന് കാര്യമായ കേടുപാടുകൾ കണ്ടുപിടിച്ചു. അപ്പോൾ തന്നെ എസ്റ്റിമേറ്റ് 6 ഷട്ടറിൻ്റെ വയർ റോപ്പ് മാറ്റാനുള്ള എസ്റ്റിമേറ്റ് കൊടുത്തു. അപ്പോൾ ആദ്യത്തെ പടിയെന്ന് എനിക്ക് 2 എണ്ണം ഏറ്റവും മോശമായിട്ടുള്ള 2 എണ്ണം അഴിച്ചു കൊടുത്തുകൊണ്ടുപോയി. അത് തിരിച്ചെടുത്ത് അടിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ ഉൽപാദനം പരമാവധി കുറച്ചാൽ മാത്രമേ ഡാമിന്റെ ബാക്കിയുള്ള അറ്റകുറ്റപ്പണി സാധ്യമാകൂ. അതിനാൽ മൂലമറ്റം വൈദ്യുതി നിലയത്തിന്റെ ഉൾപ്പെടെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം മലങ്കര ജലാശയത്തെ ശുദ്ധജലത്തിനായി ആശ്രയിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ആ കാലയളവിൽ ബദൽ മാർഗം കണ്ടെത്തേണ്ടിയും വരും. ന്യൂസ് 18 ഇടുക്കി. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ പാലക്കാട് ഓങ്ങല്ലൂരിൽ വീണ്ടും കിണറുകൾ തയ്യാറാകുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും സ്ത്രീ തൊഴിലാളികൾ കിണർ കുഴിക്കുന്നത്. പദ്ധതി വഴി 500-ലധികം കിണറുകളാണ് ഇതുവരെ നിർമ്മിച്ചത്.
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ സ്ത്രീ തൊഴിലാളികളുടെ കൈക്കരുത്തിലാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കിണർ നിർമ്മാണം പുരോഗമിക്കുന്നത്. കടുത്ത വേനലിൽ കുടിവെള്ളക്ഷാമം നേരിടുമ്പോൾ വനിതാ കൂട്ടായ്മയുടെയും തൊഴിലുറപ്പ് പദ്ധതിയുടെയും പ്രവർത്തനം വലിയൊരു ആശ്വാസമാണ്. പദ്ധതി വഴി ഇതുവരെ 500-ലധികം കിണറുകളാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നിർമ്മിച്ചത്. ഇപ്പോൾ 8 കിണറുകളുടെ നിർമ്മാണം നടക്കുകയാണ്. ആദ്യം കുത്തിയ കിണറുകളിൽ വെള്ളം കണ്ടിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും ഇത്തരത്തിൽ തെരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്ക് കിണർ നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുൻ വർഷങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം 500ഓളം കിണറുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഗ്രാമസഭകൾ വഴി കിണറിന് അപേക്ഷ നൽകിയവർക്കാണ് ആദ്യഘട്ടത്തിൽ കിണർ കുത്തിക്കൊടുക്കുന്നത്. ഒരു കിണർ കുത്താൻ 6 സ്ത്രീ തൊഴിലാളികളാണ് ഉള്ളത്. കിണറ്റിലിറങ്ങി മണ്ണ് മാന്തുന്നതും കുട്ടയിൽ മണ്ണ് കയറ്റി മാറ്റുന്നതുമെല്ലാം സ്ത്രീകൾ തന്നെയാണ്. വേനൽ കനക്കുമ്പോൾ സാധാ കിണറുകൾ നിർമ്മിക്കാതെ കുഴൽ കിണറുകളെ ആശ്രയിക്കുന്നവർക്ക് മാതൃകയാവുകയാണ് ഓങ്ങല്ലൂരിൽ തൊഴിലുറപ്പ് പദ്ധതി ഉദ്യോഗസ്ഥരും സ്ത്രീ തൊഴിലാളികളും. ന്യൂസ് 18 പട്ടാമ്പി. പ്ലാസ്റ്റിക് കൂരയിൽ നിന്ന് മോചനം ലഭിച്ച സന്തോഷത്തിലാണ് മലപ്പുറത്തെ ഒരു കുടുംബം. അരീക്കോട് ഗ്രാമപഞ്ചായത്തിലെ ITI സ്വദേശിയും അരീക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെയും കുടുംബത്തിനാണ് വീടൊരുങ്ങിയത്. സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S. സുജിത് ദാസ് IPS കുടുംബത്തിന് കൈമാറി. പാർട്ടി ജനറൽ സല്യൂട്ട് സല്യൂട്ട്. അരീക്കോട് ജനമൈത്രി പോലീസിന്റെയും അരീക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റിന്റെയും നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകിയത്. മാസങ്ങൾക്ക് മുമ്പ് വെറും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച ഒരു വീട്ടിലായിരുന്നു വിദ്യാർത്ഥിയും കുടുംബവും താമസിച്ചിരുന്നത്. കുടുംബത്തിന്റെ ദുരിതം ശ്രദ്ധയിൽപ്പെട്ട അധ്യാപിക ഇത് സ്കൂളിൽ അറിയിക്കുകയും അരീക്കോട് മുൻ SHO CV ലൈജുമോന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുമായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. നമ്മളുടെ കൂടെയുള്ള നമ്മളുടെ നാട്ടിലുള്ള ആളുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതിനോടൊപ്പം കൈചേർന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അധ്യാപകരായിട്ടും അനധ്യാപകരായിട്ടും കുട്ടികളായിട്ടും അതുപോലെ തന്നെ നാട്ടുകാരായിട്ടും വളരെ സൈലന്റ് ആയിട്ട് ഇതിന്റെ ഭാഗമായി ചേർന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഒരു കുടുംബം ഒരു വീട് ഇല്ലാതിരിക്കുന്ന ആൾക്ക് മാത്രമേ അത് കിട്ടുമ്പോൾ അതിന്റെ സന്തോഷം മനസ്സിലാവത്തുള്ളൂ. നഷ്ടമാകുന്നവർക്ക് അത് വീണ്ടും കിട്ടുമ്പോൾ അതിന്റെ സന്തോഷം മനസ്സിലാവത്തുള്ളൂ. സ്കൂളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, PTA, പോലീസ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചാണ് വീട് നിർമ്മാണത്തിനുള്ള തുക കണ്ടെത്തിയത്. എന്നാൽ ഇതിനിടയിൽ SHO CV ലൈജുമോന്റെ സ്ഥലം മാറി. തുടർന്ന് നിലവിലുള്ള SHO അബ്ബാസ് അലിയുടെയും SPC അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് വീടിന്റെ ബാക്കി നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കുടുംബത്തിന് കൈമാറിയത്. 2 കിടപ്പുമുറികൾ ഉൾപ്പെടെയുള്ള വീടിന്റെ നിർമ്മാണത്തിനായി 12 ലക്ഷം രൂപയാണ് വേണ്ടിവന്നത്. ന്യൂസ് 18 തിരൂർ. തറക്കല്ലിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കൊല്ലം പുനലൂർ ടൗൺ ഹാൾ നിർമ്മാണം എങ്ങും എത്തിയില്ല. KPSCയുടെ സ്ഥാപകൻ N. രാജഗോപാലൻ നായരുടെ സ്മരണാർത്ഥം നിർമ്മാണം ആരംഭിച്ച ടൗൺ ഹാളാണ് കാട് പിടിച്ചു കിടക്കുന്നത്. നാടക പ്രസ്ഥാനത്തിന് വ്യത്യസ്ത ഊടും പാവും നിറഞ്ഞ പ്രതിഭയാണ് N. രാജഗോപാലൻ നായർ. പുനലൂരിന്റെ മണ്ണിൽ രാജഗോപാലൻ നായരുടെ നേതൃത്വത്തിലാണ് KPSC പിറവിയെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി നഗരസഭാ നിർമ്മാണം തുടങ്ങിയ ടൗൺ ഹാളിന്റെ സ്ഥിതി ഇപ്പോൾ ഇതാണ്. നിർമ്മാണം പാതി നിലച്ച കോൺക്രീറ്റിൽ നിന്നും തുരുമ്പെടുത്തുയർന്നു നിൽക്കുന്ന കമ്പികൾ, ഒരാൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന കാട്, ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രവും മദ്യപന്മാരുടെ താവളവുമായി 4 വർഷത്തിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ സ്ഥിതി തൂണുകൾ വാർക്കുകയും അതിൻ്റെ കമ്പികൾ മുകളിൽ നിൽക്കുകയും കാട് പിടിക്കുകയും ആഭാസന്മാരുടെ ഒരു താവളമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. പുനലൂർ ചെമ്മന്തൂരിൽ കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് അഭിമുഖമായി 16 കടമുറികളോടുകൂടി 3 നിലകളിലാണ് ടൗൺ ഹാളിന്റെ രൂപരേഖ. കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും വായ്പ ലഭിക്കാനുള്ള കാലതാമസമാണ് നിർമ്മാണം ഇഴയാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. 2ാം ഘട്ട നിർമ്മാണത്തിനായി ഇനി 8 കോടി രൂപയാണ് ചെലവ് വരുന്നത്. ആദ്യഘട്ട നിർമ്മാണത്തിനായി എടുത്ത തുക കുടിശ്ശിക ഉൾപ്പെടെ 30 ലക്ഷം രൂപ കടബാധ്യതയായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സാമ്പത്തിക വർഷവും ഫണ്ട് അനുവദിക്കാനോ നിർമ്മാണം പൂർത്തിയാക്കാനോ കഴിയില്ല. KPSC എന്ന മഹാപ്രസ്ഥാനം രൂപം കൊണ്ടത് പുനലൂരിലാണ്. അതിന് ജന്മം നൽകിയത് രാജഗോപാലൻ നായരും. അദ്ദേഹത്തിൻ്റെ പേരിൽ പുനലൂർ നഗരസഭ തീർത്ത ടൗൺ ഹാളിൻ്റെ സ്ഥിതി ഇപ്പോൾ ഇതാണ്. കാടുപിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുന്നു. ഇതിന് ഒരു ശാശ്വത പരിഹാരം, അതാണ് ജനങ്ങളുടെ ആവശ്യം. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18 പുനലൂർ. അനധികൃത വഴിയോര കച്ചവടങ്ങൾ ഫുഡ്വെയർ വ്യാപാരത്തെ തകർക്കുന്നതായി കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ
ഇടുക്കി ജില്ലാ കമ്മിറ്റി. ഇത്തരം കച്ചവടക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധി വ്യാപാര മേഖലയെ ബാധിച്ചിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി VS ബിജു മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സമ്മേളനം പുതിയ ഭരണസമിതിയെയും തെരഞ്ഞെടുത്തു. കോതമംഗലം വിരിപ്പിക്കാട്ട് ചിറയിൽ ലക്ഷങ്ങൾ മുടക്കി നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമെന്ന് നാട്ടുകാർ. ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്ന വെള്ളത്തിന് ഗുണനിലവാരമില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കോതമംഗലത്തെ കുടിവെള്ള സ്രോതസ്സാണ് കോട്ടപ്പടി വിരിപ്പക്കാട്ട് ചിറ. അടുത്തിടെ ചിറ ശുചീകരിച്ചു. പക്ഷേ ഈ പ്രവർത്തനം നടത്തിയതിൽ അശാസ്ത്രീയതയുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 16.56 ലക്ഷം രൂപയാണ് ചിറ ശുചീകരിക്കുന്നതിനായി വകയിരുത്തിയത്. ചിറയിൽ നിന്നും വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ ഗുണമേന്മയിൽ നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിച്ചു. ലക്ഷങ്ങൾ വിനിയോഗിച്ചുള്ള ശുചീകരണത്തിന് ശേഷവും ചിറ ചെളിമൂടിയ അവസ്ഥയിലാണ്. മാത്രമല്ല പ്ലാസ്റ്റിക് അടക്കമുള്ളവയും വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്നുണ്ട്. പ്രവർത്തനങ്ങളിലെ അപാകത നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുകയും നിരവധി പരാതികൾ അധികൃതർക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അകത്ത് വെള്ളം പറ്റിച്ച് ഇതിൻ്റെ ചെളി പൂർണ്ണമായി കോരുകയോ ഒന്നും ചെയ്യാതെ അതിൻ്റെ മുകളിൽ കിടന്ന ചുറ്റുമുള്ള കാട് മറ്റു പായലും മാത്രം മാറി, അതും പൂർണ്ണമായിട്ടും കോരില്ല, വെറുതെ ഒരു പ്രഹസനം മാത്രം നടത്തി ഈ ചിറ ഒട്ടും ശുചീകരിക്കാതെ ഒരു ക്ലീനിങ് ആണ് നടന്നിട്ടുള്ളത്. ശുചീകരണം 3 മാസത്തോളം നീണ്ടുനിന്നെങ്കിലും ചെളിയിളക്കൽ, കോരൽ, മാലിന്യം നീക്കൽ, പായൽ വാരൽ, വെള്ളമടിച്ചു പറ്റിക്കൽ തുടങ്ങിയവ കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ന്യൂസ് 18 കോതമംഗലം. എറണാകുളം കോതമംഗലം അടിവാട് വെസ്റ്റ് പുഞ്ചക്കുഴി റോഡ് കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി തുടങ്ങിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് വികസന സമിതി കൺവീനർ KA മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. കോതമംഗലം വെളിയേച്ചാൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ വാർഷികം ആഘോഷിച്ചു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപികമാരായ ലിസി എനോ, ഷൈനി ജോസ്, അനധ്യാപകനായ ജിജി ജോസഫ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. സമ്മേളനം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ആറ്റിങ്ങൽ RTOയുടെ നേതൃത്വത്തിൽ ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി വാഹന പരിശോധനയും ട്രാഫിക് ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ RTO സാജൻ ജിയുടെ നിർദ്ദേശപ്രകാരം വർക്കല ജോയിന്റ് RTO ഷീബയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രവീൺ CV, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ ധനേഷ് കുമാർ, രാജേഷ് R, പ്രസാദ് C, സൂരജ് S എന്നിവർ വാഹന പരിശോധനയ്ക്കും ബോധവൽക്കരണ പരിപാടികൾക്കും നേതൃത്വം നൽകി. കാർഷിക കേരളം. ഇടുക്കി ജില്ലാ ക്ഷീര കർഷക സംഗമം സമാപിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാ ക്ഷീര സംഗമ സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരമേഖലയിലെ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും ചർച്ച ചെയ്യാനും പുതിയ സംരംഭകരെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാനും ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് കർഷകർക്ക് അവബോധം നൽകാനുമാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. വീടിന്റെ ടെറസ് കൃഷിയിടമാക്കിയ നിരവധി കർഷകരെ നമുക്കറിയാം. പ്രധാനമായും പച്ചക്കറികളാണ് മിക്കവരും ടെറസിൽ പരിപാലിക്കുന്നത്. ഇവരിൽ നിന്ന് വ്യത്യസ്തമായി സ്ട്രോബെറി കൃഷിയെ ടെറസിൽ പരിപാലിക്കുന്ന ഒരു അധ്യാപകനുണ്ട് ഇടുക്കിയിൽ. രാജാക്കാട് സ്വദേശിയായ സുനിൽ. കൃഷിക്കാഴ്ചകളിലേക്ക്. രാജാക്കാട് NRCT സ്കൂളിലെ കായിക അധ്യാപകനാണ് സുനിൽ. കൃഷിയോടുള്ള താല്പര്യത്തിനൊപ്പം മക്കൾക്ക് സ്ട്രോബെറി പഴങ്ങളോടുള്ള ഇഷ്ടവുമാണ് ടെറസിൽ കൃഷി ചെയ്യുന്നതിലേക്ക് നയിച്ചത്. നാടനും ഹൈബ്രിഡും ഉൾപ്പെടെ 200ഓളം സ്ട്രോബെറി ചെടികളാണ് സുനിൽ ടെറസിൽ പരിപാലിക്കുന്നത്. ഹൈബ്രിഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സീസണിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതൊരു 2-3 മാസമേ കിട്ടുള്ളൂ. പക്ഷെ ഈ നാടൻ ഇനത്തിന്റെ എന്ന് പറഞ്ഞാൽ 12 മാസം ഇതിൽ കായുണ്ട്. 2 വർഷമായി സ്ട്രോബെറി കൃഷിയിൽ സജീവമാണ് സുനിൽ. സുഹൃത്ത് നൽകിയ തൈയിൽ നിന്നുമാണ് കൃഷി വ്യാപിപ്പിച്ചത്. ജൈവ രീതിയിലാണ് കൃഷി പരിപാലനം. നാടൻ ഇനങ്ങൾക്കൊപ്പം കേരളത്തിന് പുറത്തുനിന്നെത്തിച്ച ഹൈബ്രിഡ് ഇനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. നാടൻ ഇനങ്ങളിൽ നിന്നും വർഷം മുഴുവൻ വിളവ് ലഭിക്കും. അയൽവാസികൾ, സുഹൃത്തുക്കൾ, സമീപ മേഖലയിലെ പഴക്കച്ചവടക്കാർ തുടങ്ങിയവർ സുനിലിന്റെ പക്കൽ നിന്നും സ്ട്രോബെറി വാങ്ങാറുണ്ട്. ന്യൂസ് 18 രാജാക്കാട്. നെടുമങ്ങാട് കർഷക ക്ഷേമ വകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന കൃഷിദർശൻ
കർഷക സമ്പർക്ക പരിപാടിക്ക് മുന്നോടിയായി സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം തുടങ്ങി. മന്ത്രി GR അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ഒല്ലൂക്കര ബ്ലോക്കിൽ ആരംഭിച്ച ശേഷം സംസ്ഥാനത്തെ 3ാമത്തെ കൃഷിദർശൻ പരിപാടിയാണ് ജനുവരി 24 മുതൽ 28 വരെ തിരുവനന്തപുരം നെടുമങ്ങാട് ബ്ലോക്കിൽ നടക്കുന്നത്. കൃഷിമന്ത്രി P. പ്രസാദും ഭക്ഷ്യമന്ത്രി GR അനിലും നേരിട്ട് നേതൃത്വം നൽകിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൃഷി പ്രധാന വരുമാന മാർഗമായി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും പരമ്പരാഗത കൃഷിരീതിയിൽ മാറ്റങ്ങൾ വരുത്താനും കൂടുതൽ വരുമാനം കിട്ടുന്ന തരത്തിൽ കാർഷിക രംഗത്തെ മാറ്റിയെടുക്കാനും കൃഷിദർശൻ പരിപാടി വഴി ലക്ഷ്യമിടും. കാലുകൾക്ക് ചലനശേഷിയില്ലെങ്കിലും മനോധൈര്യം കൊണ്ട് ഉയരങ്ങൾ കീഴടക്കിയ ദമ്പതിമാരെ പരിചയപ്പെടാം. കണ്ണൂർ ചെറുപുഴ ചൂണ്ടയിലെ ബിജുവും കവിതയുമാണ് നാട്ടുകാരെ ആശ്ചര്യപ്പെടുത്തി ജീവിതം ആഹ്ലാദകരമാക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. ഇത് കവിത. പേരുപോലെ തന്നെ നന്നായി സംഗീതമാലപിക്കും. ചുണ്ടിൽ ബ്രഷ് കടിച്ചു പിടിച്ച് മനോഹരമായ ചിത്രമൊരുക്കും. കാലുകൾക്കും കൈകൾക്കും ചലനശേഷിയില്ലെങ്കിലും നന്നായി ജീവിതം ആസ്വദിക്കുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇത് തുടങ്ങാൻ വേണ്ടി ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നു. പല ഞങ്ങൾ നിർത്തി പോകേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള പേടിയുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് തളരാതെ വിജയേട്ടൻ മുന്നോട്ട് കുതിക്കുമായിരുന്നു. എന്തായാലും ഇപ്പൊ ഇവിടം വരെ എത്തി. ഈ ഉദ്ഘാടന വേളയിൽ എന്താ പറയാ, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. കവിതയെ 7 വർഷം മുമ്പാണ് ബിജു ഒപ്പം കൂട്ടിയത്. 20 വർഷം മുമ്പ് അയൽപക്കത്തെ കുട്ടിക്ക് കരിക്കിടാൻ തെങ്ങിൽ കയറിയതാണ്. അവിടെ നിന്നും താഴെ വീണു. ദീർഘനാളത്തെ ആശുപത്രിവാസത്തിനു ശേഷം വീട്ടിലെത്തിയെങ്കിലും കാലുകളുടെ ചലനശേഷി എന്നേക്കുമായി നഷ്ടപ്പെട്ടു. പഞ്ചായത്തിൽ നിന്നും ലഭിച്ച മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി കച്ചവടം നടത്തിയെങ്കിലും വലിയൊരു സംരംഭകനാകണമെന്നായിരുന്നു ബിജുവിന്റെ ഏറ്റവും വലിയ സ്വപ്നം. അങ്ങനെ നീണ്ട 2 വർഷത്തെ പ്രയത്നത്തിനൊടുവിൽ ബിജുവും കവിതയും ചേർന്ന് ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചു. നാടിന്റെ ദാഹമകറ്റാൻ സോഡയുമായാണ് ഇവർ എത്തുന്നത്. ബിജുവിന്റെ ബിയും കവിതയുടെ കെയും കൂടിച്ചേർത്ത് BK സോഡ എന്നാണ് പുതിയ ഉൽപ്പന്നത്തിന് ഇവർ പേര് നൽകിയത്. സോഡ ഫാക്ടറിയുടെ ഉദ്ഘാടനം പയ്യന്നൂർ MLA TI മധുസൂദനൻ നിർവഹിച്ചു. ഈ 2 പേരുകാരുടെയും പേര് ഓർമ്മിപ്പിക്കുന്നതാണ് BK സോഡ എന്ന പേരിലുള്ള ഈ കമ്പനിയിലെ ഉൽപ്പന്നം. അത് നമ്മുടെ നാട്ടിൽ ഏറ്റവും ആരോഗ്യകരമായ അന്തരീക്ഷത്തിലുള്ളൊരു ദാഹശമനിയായി ജനങ്ങളെ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പുതിയ സംരംഭം തുടങ്ങുക എന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. തളർന്ന കാലുകളുമായി വീൽ ചെയറിൽ ബിജു പല സർക്കാർ ഓഫീസുകളിലും കയറിയിറങ്ങി. പഞ്ചായത്ത് അധികൃതരും MLAയുടെ ഓഫീസുമെല്ലാം ഇതിനു വേണ്ടുന്ന സഹായം ചെയ്തു. 20 വർഷം മുന്നേ നമ്മളെ അടുത്തുള്ളൊരു കുട്ടിക്ക് കരിക്ക് കുറച്ച് കൊടുക്കാൻ വേണ്ടി കയറിയാണ്. അങ്ങനെ വീണ് ഏതാണ്ട് 20 വർഷത്തോളമായി ഇങ്ങനെ. പിന്നെ നമ്മൾക്കൊരു സംഘടനയുണ്ട്, ഫ്ലൈ എന്ന് പറഞ്ഞു. പയ്യന്നൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നത് 16 വർഷമായി. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാ വർഷവും ഒരു 3 വർഷം ഇവിടെ കൂടാറുണ്ട്. അതിലത്തെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കവിതനെയും കാണുന്നതും. ഞങ്ങൾ അവരുടെ വീട്ടുകാരായിട്ട് ആലോചിച്ച് ഇങ്ങനെ ഒരുമിച്ച് 6 വർഷമായി. ബിജുവിന്റെയും കവിതയുടെയും മനധൈര്യത്തെ നാട്ടുകാരും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. കൈയും കാലും ഒക്കെ ഉള്ള നല്ല കരുത്തരായി ചില കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്ന സമയത്ത് ഇതൊന്നുമില്ലെങ്കിലും ഇതാ എന്ന് നമുക്ക് മുഴുവൻ ആളുകൾക്കും പ്രചോദനം കൊടുക്കുന്ന കാര്യമാണ് ബിജു കവിതയും കൂടെ ചെയ്തിട്ടുള്ളത്. BK സോഡ അവരുടെ നിരവധി നാളത്തെ പ്രയത്നമാണ്. അത് പൂർത്തിയാകുകയാണ്. വളരെ വളരെ സന്തോഷം. ശാരീരിക വൈകല്യങ്ങൾ നേരിടുന്നവരുടെ സംഘടനയായ ഫ്ലൈയുടെ പ്രവർത്തകരും ബിജുവിന്റെ പുതിയ സംരംഭത്തിന് ആശംസകൾ നേരാൻ എത്തിയിരുന്നു. അവൻ്റെ ആ ശ്രമങ്ങളെല്ലാം ചിലപ്പോൾ പരാജയപ്പെടുമ്പോൾ വീണ്ടും ഒഴിവാക്കാതെ മടങ്ങി വരാതെ കരുത്തോടെ കൂടി ഫൈറ്റ് ചെയ്തിട്ടാണ് ബിജുവിൻ്റെ ഇതുവരെയില്ല അവൻ്റെ ജീവിതത്തിലെ ചരിത്രം മുഴുവൻ അങ്ങനെ തന്നെയാണ്. ചെറുത്തുനിൽപ്പിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പോസിറ്റീവ് ചിന്തകളുടെയും പേരായി BK സോഡ മാറുമ്പോൾ ബിജുവും കവിതയും ചുണ്ടയിലെ വീട്ടിലിരുന്ന് ജീവിതം ആസ്വദിച്ചു തീർക്കുകയാണ്. ശ്രീനി ആലക്കോട്, ന്യൂസ് 18 കണ്ണൂർ.